ഇത് തുമ്പയിലോട്ട് വിട്ട റോക്കറ്റ് ആണോ അതോ നിങ്ങൾ തന്നെ വിക്ഷേപിച്ചാണോ? അത് സാറേ പിള്ളേര് കളിച്ചതായിരിക്കും. അതെ അതെ, പിള്ളേര് കളി ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. ആരാന്നറിയോ? ഇല്ല, എന്റെ ദൈവം അറിയാവോ? ശക്തമായ 52 സാക്ഷികൾ നിരത്തിയ കേസിൽ നിന്ന് വളരെ നിസ്സാരമായിട്ടാ എന്നെ രക്ഷിച്ചറിയാവോ? അയ്യോ, അപ്പൊ സാറാണോ നിങ്ങളുടെ കേസ് വാദിച്ചേ? അയ്യോ, എന്റെ വക്കീലല്ല, പിന്നെ എതിർഭാഗം വക്കീല്. എന്റെ വക്കീലാണ് എപ്പോഴേ എന്നെ തൂക്കിക്കൊന്നേ. ഇതേപോലത്തെ ഒരു മണ്ടം വക്കീല്. എന്നാലും എന്റെ ദൈവം. അയ്യോ, രാവിലെ തന്നെ മനുഷ്യനെ മാറ്റിക്കാൻ വേണ്ടി വന്നോളൂ അല്ലേ? അല്ല സാറേ, ഇന്ന് കോടതി ഉണ്ടോ? കോടതിയുണ്ട്. ഞായറാഴ്ച ഒഴിച്ചുള്ള ബാക്കി എല്ലാ ദിവസവും കോടതിയുണ്ട്. എന്നാ സംഭവം? അല്ല, ഇവിടെ ഒരു ഷോയൊക്കെ എപ്പോഴാ തുടങ്ങുന്നത്? ഷോയോ? ഇങ്ങനെ നിന്ന് അപ്പുറത്ത് ഓർഡർ എന്നൊക്കെ പറയുന്നത്. അത് വാദം. ഇവര് വാദിക്കുന്ന കാര്യമല്ലേ പറയാം. എന്നാ സംഭവം? അതെ, കഴിഞ്ഞ ആഴ്ച പോലീസ് പിടിച്ചായിരുന്നേ. അപ്പൊ കോടതിയിൽ വന്നിട്ട് പെട്ടി അടയ്ക്കണമെന്ന് പറഞ്ഞു. അന്ന് തുറന്നു വെച്ച പെട്ടിയാ. ഞാൻ അടയ്ക്കട്ടാ? എവിടെന്ന് വരുന്നവനൊക്കെ ഇവിടെ പെറ്റി അടയ്ക്കണം എന്നാ പറഞ്ഞത്. കാശുണ്ടോ കയ്യില്? കാശ് അങ്ങോട്ട് മാറി നിന്നോ, ഞാൻ വിളിക്കാം. അന്നേരം ഇവിടെ രാവിലെ കോടതി വന്നോളൂ. രാവിലെ മെനക്കെടുത്താനായിട്ട് വന്നോളൂ. ജഡ്ജി അങ്ങൊന്നും വരുന്നു. അങ്ങനെ വരുന്നല്ലേ ഉള്ളൂ, ഒത്തിരി സമയം കൂടെ. അതല്ലെന്ന്, പിന്നെ ജഡ്ജി അദ്ദേഹം വരുന്നെന്ന്. ജഡ്ജി അദ്ദേഹം അല്ലേ വരുന്നത്, അല്ല നീണ്ട മിനിറ്റ് ട്രിപ്പറൊന്നും അല്ലല്ലോ വരുന്നത് ഇത്ര പേടിക്കാനായിട്ട്. വെറുതെ ലഹള ഉണ്ടാക്കരുത്, ലാസ്റ്റ് ശിപായി ലഹളാന്ന് ആയി മാറും. പറഞ്ഞില്ല കേട്ടില്ലാന്ന് വേണ്ട. ഇന്ന് എത്ര കേസുണ്ട്? ഇന്ന് 12 കേസുണ്ട്. എന്റെ തമ്പുരാന്, ഇതെന്തിനാണ് 12 കേസ് പിടിച്ചോണ്ട് വന്നത്? സാർ, ഇന്നുള്ള കേസാണ് 12 കേസ്. ഇവിടെ ഇന്ന് എനിക്ക് വീട്ടിൽ പോകണം ഉച്ചയാവത്തേന്. അതെന്തിനാ? എനിക്ക് വീട്ടിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ആരാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്? അല്ല, പെണ്ണുമ്പളം ഉണ്ടാക്കും, ഞാൻ ഇളക്കാനായിട്ട് ചെല്ലണം. ഇളക്കാൻ പോവല്ലേ? അത് ശരി. 3 കേസ് പിടിച്ചാൽ മതി, ഉച്ചയാക്കുമ്പോ തീർക്കണം. 3 മതിയോ? എന്നാ 3 പിടിച്ച. അണ്ട് ഇവിടെ കയറി. ഇത് ആരാ ഇത് വാദിക്കുന്നേ? ഞാനാ. ഇന്ന് ചിരിച്ചു മരിക്കും. വിളിച്ചോട്ടെ സാർ? വിളിച്ചോ. കേസ് നമ്പർ 132/2018. മടത്തിപ്പറമ്പിൽ ദാമോദരന്റെ മകൻ വേലായുധൻ ഹാജരുണ്ടോ? ആണ്ടാ, കോടതി ജപ്തി ചെയ്യാണ്ട് വന്ന് ബാങ്കുകാർ വാ. അയ്യോ സാറേ, അത് ജപ്തി ചെയ്യാൻ വരുന്നതല്ല, ചെണ്ടകൊട്ടുകാരനാ പ്രതി, അയാൾ വരുന്നതിന്റെയാ. ഹാജരുണ്ടോ? ജഡ്ജി മുണ്ടയിച്ചേ. കൂട്ടിക്കേറ്. കൂട്ടിക്കറ ഞാൻ കോഴിക്കുഞ്ഞ കൂട്ടിലോട്ട് കയറാൻ. എന്ത്? ഞാൻ ഇവിടെ നിന്നോളാം. പോ, ഞാൻ ഇവിടെ നിന്നോളാം. കൊട്ടോടിക്കാറി കൂട്ടുകാർ കേറിക്കോ. ആ സാധനം അടിച്ച് താഴെ വെക്കണം. ആ സാധനം അടിച്ച് താഴെ വെച്ച് കൊട്ടോടി കയറിയെന്ന് പറഞ്ഞാൽ എറിയും. ആണോ? അന്യ ഉന്ന ഇതുകൊണ്ട് 16 സ്റ്റിച്ച് ഉണ്ട്. കേസ് നമ്പർ 132/2018. കിഴക്കേതിൽ രാഘവന്റെ മകൻ വിനയൻ ഹാജരുണ്ടോ? ഓ, വിനയൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തറ വരെ നക്കുവാണല്ലോ. ഇതെവിടെയാ? ഇവിടെ ഗീത തുടരണം. എന്തോ ഗീത തുടരണം. ഒന്ന് തൊട്ടന്റെ ആണ് അനുഭവിച്ചത്. എന്ത്? ആങ്ങളമാരെ എടുത്തിട്ട് അലക്കി തന്നെ. അതല്ലെന്ന്, പിന്നെ സത്യം പറയണം. സത്യം പറയണം. ചെറിയൊരു പ്രശ്നമുണ്ട് തൊണ്ടയ്ക്ക്, കളിയാക്കരുത്. സത്യം ഞാൻ പണ്ടെടുക്കുമായിരുന്നു, ഇപ്പൊ എടുക്കല. ജയന്റെ പറഞ്ഞാലോ? ഒരു മൂർഖൻ പാമ്പിന് കിട്ടിയിരുന്നെങ്കിൽ അതിനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലാറുണ്ട് കേറാത്ത. സത്യം പറയണം. ഇത് ഗീതത്തോട് സത്യം പറയണം. ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. നുണ പറയാൻ വേണ്ടി വക്കീലിനെ ഏർപ്പാട് ചെയ്തിട്ടില്ലേ? സാറേ, ഇയാള് സത്യം പറയത്തില്ലെന്ന്. സാധാരണ നുണ പറയാൻ വക്കീലല്ലേ, ഞാൻ സത്യമല്ലേ പറയൂ. ഇവിടെ സത്യം പറ. ഇല്ല, കൈപ്പത്തി ഞാൻ ഇവിടെ വെച്ച് അടിക്കാൻ പരത്തില്ല. സത്യം അവൻ സത്യം പറയല. അത് വേണ്ട അവനെ കണ്ടറിയാം സത്യമേ പറയുള്ളൂ. എന്നാ വാദം ആരംഭിക്കാം. സാർ, ഞാനൊരു സാധാരണക്കാരനാണ് സാർ. എനിക്കൊരു ഭാര്യ 8 മക്കളുണ്ട് സാർ. അത് സാധാരണമല്ല, അസാധാരണമായി പോയല്ലോ. അത് താങ്ക് യു സാർ. സാറേ, ആ കൂട്ടി നിൽക്കുന്ന ആ മാന്യ അദ്ദേഹം ഉണ്ടല്ലോ, എന്റെ അയൽവാസിയാണ്.
ഈ വേട്ടയാളികളുടെ പേരുകളിൽ ചെണ്ടകൊട്ട് കാരണം എല്ലാ പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല സാർ. രാവിലെ 6 മണിയാകുമ്പോൾ ഇവൻ ചെണ്ട കൊട്ടും. എല്ലാ പിള്ളേരും പഠിക്കാൻ വരുമ്പോൾ ഉച്ചയ്ക്ക് പഠിക്കാൻ വരുമ്പോൾ ചെണ്ട കൊട്ടും. അങ്ങനെ വെളുക്ക ചെണ്ട കൊട്ടും. ഈ പേത്തലയുടെ കാരണം ഒരു നിവൃത്തിയില്ല സാർ. എന്റെ പിള്ളേർക്ക് പഠിക്കണം സാർ. അതുകൊണ്ട് എവിടെ ചെണ്ടയും എവിടെ കൈയും അടുപ്പിൽ വെച്ച് കത്തിക്കണമെന്ന് വിനയ പുരസ്സരം ഈ വിനയൻ അപേക്ഷിക്കുന്നു സാർ. അതെ, നിനക്കാരാ വിനയൻ എന്ന് പേരിട്ട്? എന്റെ അപ്പൂപ്പൈ. ആ അപ്പൂപ്പനെ എന്റെ കൈ കിട്ടാൻ നീ കൊട്ടോട്ടിക്ക് മണ്ണിലടിക്കാൻ താത്തിയനെ. എന്താണ് താങ്കളുടെ പേര്? ചിക്കന്നൂർ വേലായുധൻ. മട്ടന്നൂരിന്റെ? മട്ടന്നൂരിന് ആരുമല്ല, മട്ടനൊക്കെ ഭയങ്കര വിലയല്ലേ. നമ്മൾ കൊട്ടിക്കഴിഞ്ഞാൽ ചിക്കനെ കിട്ടുള്ളൂ. അതുകൊണ്ട് ചിക്കൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. Objection, Your Honor. എന്റെ കക്ഷിയുടെ കുട്ടികൾക്ക് സമയത്ത് പഠിക്കാൻ പറ്റുന്നില്ല ഈ ചെണ്ടക്കാരൻ കാരണം. അതുകൊണ്ട് കോടതി വിധിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയായ വധശിക്ഷ തന്നെ ഇങ്ങേക്ക് നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. That's all, Your Honor. എങ്ങനെ? ഇദ്ദേഹത്തിന് വധശിക്ഷ കൊടുക്കണമെന്ന്. ഇല്ലെങ്കിലോ? അങ്ങനെ പറഞ്ഞു. അതിനെ അല്ല, എനിക്കറിയാം എന്ത് കൊടുക്കണം കൊടുക്കണ്ടെന്ന്. അല്ല, നീ ഇവിടെ പറഞ്ഞിട്ടല്ല അതോ ഞാൻ ഇവിടെ ഇരിക്കുന്നേ. അല്ല, ഇപ്പൊ അങ്ങനെയല്ലേ അതിന്റെ വകുപ്പ് അങ്ങനെയല്ലേ എന്റെ കൊടുക്കാൻ? വകുപ്പ് അങ്ങനെയല്ല, എന്റെ വകുപ്പ് അങ്ങനെയല്ല, എനിക്കറിയാം. അങ്ങ് ആജ്ഞാപിക്കുവാ. ആജ്ഞാപിക്കുക, അങ്ങ് വധശിക്ഷ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അല്ല സാറേ, അതങ്ങനെ ചെയ്യണ്ടേ സാറേ? ഞാനും നിയമം പഠിച്ചാളാ സാറേ. നീ നിയമം പഠിച്ചു, ഞാനും നിയമം പഠിച്ചാ. ഞാനും നിയമം പഠിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അല്ല ഫയറും മുത്തുച്ചിപ്പിയൊന്നും പഠിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്താ പറയുക? ഫയറ് മുത്തുച്ചിപ്പിയും പഠിച്ചിട്ടല്ല വന്നിരിക്കുന്നത്. അത് വേണ്ട 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 എന്റെ കല്ലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്താ പറയുക? സാർ ഒന്നും പറയൊന്നും വേണ്ട. ഞാൻ LLB കഴിഞ്ഞിട്ട് LLM കഴിഞ്ഞിരിക്കുന്നതാണ്. താമസം ഈ കസേര ഇരിക്കേണ്ട ആളാണ് ഞാൻ. ഞാനൊരു കാര്യം കേട്ടോ, ഇത് നടക്കൂ. ഇത് എനിക്ക് പോയിട്ട് കൊട്ടളാ പരിപാടിക്ക് പോകണ്ട. നിങ്ങൾ ഈ അലമ്പ് പേക്കുത്ത് കാണാനല്ല ഞാൻ ഇവിടെ വന്നേക്കുന്നത്. എന്റെ ഒരു വേല ഇത്. എന്റെ വേല ഇതാ. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇവിടെ വന്ന് എനിക്കറിയാലോ എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണ്ടെന്നുള്ളത്. പിന്നെ ഈ പുള്ളി കിടന്നുണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആജ്ഞാപിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടായിരിക്കും ശ്രദ്ധിക്കുക. സാറേ, ഇങ്ങനെ നിസാര കാര്യത്തിന് പിണങ്ങി നിൽക്കാവോ? ഇവിടെ വെച്ച് നമുക്ക് കോംപ്രമൈസ് ആക്കണം. കൈ കൊടുത്തേ രണ്ടുപേരും കൈ കൊടുത്തേ. എന്റെ സാറേ, പോട്ടെ സാറേ. നടക്കൂ, ഇന്ന് പരിപാടി നടക്കാൻ ഞാൻ പോകണം. പിന്നെ ഞാൻ മര്യാദ എവിടെ പോകും? ഇതിടയ്ക്ക് താനിങ്ങനെ തുടങ്ങി അങ്ങനെ പിള്ളേര് കളിയാന്നേ വന്നിട്ട്. ഒന്നിന്റെ കൂട്ട് എപ്പോഴും ഓർക്കും. ഒന്നും സാറേ, ഞാനൊരു കാര്യം പറയാണ്ട്. ഇവിടെ ഈ പിള്ളേരെ കളിക്കണം ഞാനില്ല. ഞാൻ എന്റെ ഒരു കാര്യം പറയാം. പറ. ഞാനൊരു ചെണ്ട കൊട്ടുകാരനാ. എനിക്ക് ചെണ്ട കൊട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഞാൻ അതുകൊണ്ട് 24 മണിക്കൂർ ഞാൻ ചെണ്ട കൊട്ടു. എടോ, തന്നോട് ചെണ്ട കൊട്ടണമെന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ ചെണ്ട കൊട്ടുവാണെങ്കിൽ ശബ്ദമില്ലാതെ കൊട്ടുക. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ശബ്ദമില്ലാതെ ചെണ്ട കൊട്ടാൻ ഇങ്ങനെ ചെണ്ട പിടിച്ചിട്ട് ഇങ്ങനെ കൊട്ടാലും ചെണ്ടക്കിട്ട് കൊട്ടണ്ട. ചെണ്ട എന്ന് പറയുന്ന സാധനം ശബ്ദമില്ലാതെ കൊട്ടാൻ പറ്റും. അല്ലെങ്കിൽ സൈലൻസർ പിടിപ്പിക്കണം ചെണ്ടയില്. സാറ് ചെണ്ടയും വെടിക്കെട്ടൊന്നും സൈലൻസർ പിടിപ്പിച്ചിട്ട് കൊട്ടാൻ നടക്കണ കേസല്ലത്. ഒരു കാര്യം ചെയ്യ്, ഞാൻ ചെണ്ട കൊട്ടുമ്പോഴാണ് എന്റെ പിള്ളേർക്ക് പരാതി പഠിക്കാൻ പറ്റാത്തത്. നിങ്ങൾ ചെവിയിൽ പഞ്ഞി വെച്ചോണ്ട് പഠിച്ചോ. അത് നല്ലൊരു പരിപാടിയാ. ഇവൻ ചെണ്ട കൊട്ടണ സമയത്ത് നിങ്ങളുടെ പിള്ളേരെ ചെവിയിൽ പഞ്ഞി വെച്ചു കൊടുക്കുക, അവർ പഠിച്ചോളൂ. അതിനേക്കാളും നല്ലത് ആ പഞ്ഞി ഞങ്ങളുടെ മൂക്കിനകത്ത് വെക്കണം സാർ. ഞങ്ങൾ ചാവാ സാർ. ഞങ്ങളെ നെഞ്ചത്ത് കിടന്ന് ചെണ്ട കൊട്ടട്ടെ. എടാ, എനിക്കപ്പോ എന്റെ വീട്ടിൽ എനിക്ക് പിള്ളേർക്ക് പഠിക്കാൻ എന്നാ ഒന്ന് ശരിയായി കളയാം. ല്ല എനിക്ക് നീതി വേണം. എനിക്ക് നീതി വേണം സാർ. നീതി വേണമെങ്കിൽ വല്ല നീതി സ്റ്റോറിലും പോളാവി. എന്തോ നിങ്ങൾ എന്തിനാ പറഞ്ഞു കൊടുക്കും? ഒബ്ജക്ഷൻ, യുവർ ഓണർ. അദ്ദേഹം നീതി വേണമെന്നല്ലേ സാർ പറയുന്നത്? അപ്പോ ഈ കേസിന്റെ അടിസ്ഥാനത്തില് ഞാനൊന്ന് പറയാം. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. എന്ത് കഷ്ടമാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യണം. ഒന്നെങ്കിൽ ചെണ്ട കൊട്ട് ഒഴിവാക്കുക, അല്ലെങ്കിൽ ചെണ്ടയിൽ സൈലൻസർ പിടിപ്പിക്കുക. അതുമല്ലെങ്കിൽ ഇവിടുന്ന് 25 കിലോമീറ്റർ മാറി എവിടെയെങ്കിലും സ്ഥലം മേടിച്ച് താമസിക്കാൻ നോക്കുക കേട്ടോ. സാർ, വലിയ ഉപകാരം സാർ. എന്റെ പിള്ളേരെ ഭാവി ഇനി അവർ കിടിലാവാൻ സാർ. മക്കൾ എന്താ പഠിക്കുന്നേ? അവരെ നാസിഡോല
സാർ ഒരു കാര്യം മനസ്സിലാക്കണം സാർ. നാസിക്കിൽ പോയി ഡോള് പഠിക്കുന്ന കുട്ടികളുടെ പഠനമാണ് ഇദ്ദേഹം മുടക്കുന്നത്. ആ നാസിറ്റോളല്ല. അപ്പൊ അറിയത്തില്ലേ? എന്റെ പിള്ളേർ വന്നിട്ട് കാണിച്ചു തരാം. ആ മക്കളെ, ആണാ മക്കളെ